ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ ടെൻസസ് ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം ആ പർട്ടിക്കുലർ ടെൻസിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും ആദ്യം പഠിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V1 പ്ലസ് ING. സോ ഈ രീതിയിലാണ് സബ്ജക്റ്റ് വരുന്നത്, സ്ട്രക്ചർ വരുന്നത്. സബ്ജക്ട് പ്ലസ് ഈസ് എം ആർ പ്ലസ് V1 പ്ലസ് ING. സോ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഐ ആം ലേണിംഗ്. ഓക്കെ, സബ്ജക്റ്റ് ഐയുടെ കൂടെ ആം ആണ് വരുന്നത്. അത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ്. ലേണിംഗ്, ഐ ആം സ്റ്റഡിങ്, വി ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. യെസ്, നൗ നമുക്കറിയേണ്ടത് യൂസേജ് അല്ലേ. സോ യൂസേജ് എങ്ങനെ വരും? നൗ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് എന്താണ്? ഒരു കാര്യം പ്രസൻറ്റിൽ കണ്ടിന്യൂസ് ഫോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റഡിയിങ്, ഐ ആം സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ബേസിക് യൂസേജ്. എന്നാൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ട കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സി അന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പിൻ്റെ വേർബ്സ്, മെയിൻ വേർബ്സ് രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആക്ഷൻ വേർബ്സ് എന്നുള്ള സംഭവം പഠിച്ചു. രണ്ടാമത്തെ എന്താണ്? സ്റ്റേറ്റ് വേർബ്. ഓക്കെ, നൗ അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ക്ലിയർലി. ഈ ആക്ഷൻ വേർബ്സിൻ്റെ കൂടെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അവിടെ ഒരു ഇഷ്യൂസും ഇല്ല. ആക്ഷൻ വേർബ്സിൻ്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അവിടെ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഐ ആം വാക്കിംഗ്, ഇതുണ്ടോ? ലേണിംഗ്, വാക്കിംഗ്, ഇതെല്ലാം ആക്ഷൻസ് ആണ്. സോ പ്ലേയിങ്, ഇതെല്ലാം ആക്ഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്തു? സ്റ്റേറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തു. അതേസമയം സ്റ്റേറ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്റ്റേറ്റ് വേർബ്സ് എന്ന് എന്താണ്? നമ്മളെ ഇമോഷൻസ്, ഫീലിങ്സ്, അതാണ് സ്റ്റേറ്റ് വേർബ്സ്. ആ സ്റ്റേറ്റ് വേർബ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇത് ജനറൽ റൂളാണ്. എക്സെപ്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലവിൻ്റെ കൂടെ, ലവ് സ്റ്റേറ്റ് ആണ്, ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ലവിങ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എക്സാക്ട്ലി. നമ്മളിപ്പം ഐ ആം ലവിങ് ഹർ എന്ന് പറയാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതിനെന്ത് പറയണം? ഇതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് വേർബ്സ് ആണെങ്കിൽ ഐ ലവ് ഹർ. ഓക്കെ, സോ സ്റ്റേറ്റ് വേർബ്സിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമുക്ക് എന്തിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പഠിച്ച സ്ട്രക്ചറാണ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് S ഓർ ES. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ സ്ട്രക്ചർ. ഓക്കെ, സോ ലെറ്റ്സ് സീ ദിസ്. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റേറ്റ് വേർബ്സ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് വേർബ്സ് ഒത്തിരി ഉണ്ട്. അതിലുള്ള ചില എക്സാമ്പിൾസ് ഈ എക്സാമിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസാണ് ഞാൻ തന്നിട്ടുള്ളത്. സോ ഇതൊക്കെ ലവ്, ഹേറ്റ്, ലൈക്ക്, റിമെമ്പർ, ഫോർഗെറ്റ്, നോട്ടീസ്, റെക്കഗ്നൈസ്, പ്രെഫർ, വിഷ്, വാണ്ട്, ഡിസയർ, ബിലീവ്, ബിലോങ്, നോ, അഗ്രി, നോ, ഓൺ, കണ്ടെയ്ൻ ആൻഡ് കൺസിസ്റ്റ്. ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് വേർബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ജനറലി സ്റ്റുഡൻസിന് ഒരു തോട്ട് ഉണ്ട്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് V1ൻ്റെ കൂടെ എവിടെയെങ്കിലും വേർബിൻ്റെ കൂടെ ING അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ, വേർബിൻ്റെ കൂടെ ING ചേർത്താൽ ഉടനെ അത് കണ്ടിന്യൂസ് ടെൻസ് ആവുമെന്നാണ് ചിലവരുടെ തോട്ടുള്ളത്. അത് തെറ്റാണ്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സംഭവം കണ്ടിന്യൂസ് ടെൻസ് ആവണമെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി V1 പ്ലസ് ING വേണം. പക്ഷേ അതിന് മുന്നേ എന്ത് വേണം? ഹെൽപ്പിംഗ് വേർബ് വേണം. അതിന് മുന്നേ എന്ത് വേണം? സബ്ജക്റ്റ് വേണം. ഈ മൊത്തത്തിലേ ഉള്ള സ്ട്രക്ചറിനെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുള്ളൂ. ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഹെൽപ്പിംഗ് വേർബ്സ് ഈസ് എം ആർ ആണ്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാവ്, ഹാസ്, ഹെൽപ്പിംഗ് വേർബ് വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഹെൽപ്പിംഗ് വേർബ്സ് കീപ് ചേഞ്ചിങ്. V1 പ്ലസ് ING ഇതിൻ്റെ കൂടെ അതിനെ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പറയണമെങ്കിൽ അതിന് മുന്നേ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാവണം, അതിന് മുന്നേ സബ്ജക്റ്റ് ഉണ്ടാവണം. ആ ഫുൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ING കണ്ടു കഴിഞ്ഞാൽ അത് ING V1 പ്ലസ് ING ജെറൻഡ് ആവാറുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് അതർ യൂസേജസ് ഓൾസോ. സോ വി വിൽ ലേൺ ദാറ്റ് ലേറ്റർ. സോ നമ്മൾ ജനറൽ റൂൾ പഠിച്ചു. എന്താണ്? ആക്ഷൻ വേർബ്സിൻ്റെ കൂടെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരാം. സ്റ്റേറ്റ് വേർബിൻ്റെ കൂടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരാൻ പാടില്ല. അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരാം. ഓക്കെ, ഇനി എക്സെപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. എക്സെപ്ഷൻസ് നോക്ക്. ദർ ആർ സർട്ടൻ വേർബ്സ്, അത് ബൈ റൂള് ഇപ്പം നമ്മൾ പറയാണ്. സേ ഈ വേർഡ്സ് നോക്ക്. സീ, ഹിയർ, ടേസ്റ്റ്, സ്മെല്ല്, അപ്പിയർ, ഹാവ്. ഓക്കെ, ഇതെല്ലാം സെൻസറി ഓർഗൻസിൻ്റെ സംഭവമാണ്. സോ ബേസിക്കലി ഇതെല്ലാം സ്റ്റേറ്റ് വേർബ്സ് തന്നെയാണ്.
കാണുന്നത് അത് ബ്രെയിൻ റീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദേ ആർ ഓൾ സെൻസറി വർക്ക് വിച്ച് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ബ്രെയിൻ. ആൻഡ് ഇതെല്ലാം ആക്ച്വലി എന്താണ്? സ്റ്റേറ്റ് വേർബ്സ് ആണ്. സ്റ്റേറ്റ് വേർബ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെയും കൂടെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരേണ്ടതല്ല. പക്ഷേ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് എക്സെപ്ഷൻ? അത് നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ജനറലായിട്ട് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. സി, ഈ പറയുന്ന 6 വേർഡ്സിനും സീ, ഹിയർ, ടേസ്റ്റ്, സ്മെൽ, അപ്പിയർ, ഹാവ്, ഇതിനെല്ലാത്തിനും 2 തരത്തിലുള്ള മീനിങ്സ് ഉണ്ട്. 2 തരത്തിലുള്ള മീനിങ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സീ എന്നുള്ള വാക്കിന് കാണുക എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, ടു പെർസീവ് വിത്ത് ഐസ്, കണ്ണുകൊണ്ട് കാണുക, ഈ ഒരു അർത്ഥമുണ്ട്. ഇത് അതിൻ്റെ ഒറിജിനൽ മീനിങ് ആണ്, ഈ ഫസ്റ്റ് മീനിങ്. രണ്ടാമതൊരു അർത്ഥമുണ്ട് ടു മീറ്റ് എന്നുള്ളത്, ആരെങ്കിലും മീറ്റ് ചെയ്യുക, ഇത് അതിൻ്റെ ചേഞ്ച്ഡ് മീനിങ് ആണ്. ഓക്കെ, ഫൈൻ. നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നമ്മൾ ഈ പറയുന്ന 6 വേർഡിൻ്റെയും എവിടെയൊക്കെയാണ് നമ്മൾ ഒറിജിനൽ മീനിങ് യൂസ് ചെയ്യണത്? ഒറിജിനൽ മീനിങ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒറിജിനൽ റൂളും ആപ്ലിക്കബിൾ ആണ്. സ്റ്റേറ്റ് വേർബിനുള്ള ഒറിജിനൽ റൂളും ആപ്ലിക്കബിൾ ആണ്. ഒറിജിനൽ മീനിങ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? സ്റ്റേറ്റ് വേർബിൻ്റെ ഒറിജിനൽ റൂൾ എന്താണ്? അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറ്റില്ല. അതിന് വരേണ്ടത് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഓക്കെ, സോ ഏതൊക്കെ കേസിൽ ഒറിജിനൽ മീനിങ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല. സ്റ്റേറ്റ് വേർബിന് ആക്ച്വൽ റൂൾ അവിടെ അപ്ലൈ ആവും. ദാറ്റ് ഈസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല. പക്ഷേ അതിന് പകരം എന്ത് വരണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരണം. എന്നാൽ അതിൻ്റെ ചേഞ്ച്ഡ് മീനിങ് വരുമ്പോഴേ അവിടെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഈ എല്ലാ വേർഡ്സിനും 2 അർത്ഥമുണ്ട്. ഞാൻ എല്ലാം 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യാം, ഡോണ്ട് വറി. ഞാൻ ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏതൊരു സ്റ്റേറ്റ് വേർബിന് ഈ പറഞ്ഞ 6 എക്സെപ്ഷൻസിൽ, ഇപ്പോൾ സീ ആവട്ടെ, ഹിയർ ആവട്ടെ, ടേസ്റ്റ് ആവട്ടെ, സ്മെൽ ആവട്ടെ, അതുപോലെ ഹാവ് ആവട്ടെ, അപ്പിയർ ആവട്ടെ, ഈ എല്ലാ വേർഡ്സിനും ഒറിജിനൽ മീനിങ് ആയിരിക്കുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചേഞ്ച്ഡ് മീനിങ് ആയിരിക്കുമ്പോൾ, അതിൻ്റെ രണ്ടാമത്തെ മീനിങ് ആയിരിക്കുമ്പോൾ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സീ 1 by 1 ഓൾ ദിസ് വേർഡ്സ്. സോ ഇതൊന്ന് എഴുതിയെടുക്കുക. ആൻഡ് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് മൂവ് ചെയ്യാണ്. നൗ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേറ്റ് വേർബ്സിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന്. ലെറ്റ്സ് സീ, ഹീ ഈസ് ബിലീവിങ് ഇൻ ഗോഡ്. വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഫിസിക്കൽ ആക്ഷൻ അല്ല, അത് നമ്മളെന്താണ്? ഇമോഷൻസ് ആണ്, ഫീലിങ്സ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറ്റില്ല? കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല. സോ അതിൻ്റെ അടുത്ത് അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. എന്ത് വരണം? ഹീ, സിംഗുലർ ആണ്, അതുകൊണ്ട് ഇതും സിംഗുലർ ആവും. ഹീ ബിലീവ്സ് ഇൻ ഗോഡ്. ഇതിൻ്റെ എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സ്ട്രക്ചർ എല്ലാം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സോ അത് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊന്ന് കാണുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് വേണ്ടിയുള്ളത്. ഓക്കെ, സോ എല്ലാം ക്ലാസ്സിലും നമുക്ക് വീണ്ടും ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഷീ സഡൻലി ഫെൽറ്റ് ഫൂളിഷ് ഫോർ ബിലീവിങ് ഡേവിഡ്. ഇവിടെയും ബിലീവ് എന്നുള്ള വാക്ക് എന്താണ്? ഈ പറയുന്നത് സ്റ്റേറ്റ് വേർബ് ആണ്, അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല. സോ ഷീ സഡൻലി ഫെൽറ്റ് ഫുളിഷ് ടു ബിലീവ്, ഫോർ വരില്ല ഇവിടെ, ടു ബിലീവ് ഡേവിഡ് എന്ന് വരും. ഇസ് ദാറ്റ് ക്ലിയർ? അതുപോലെ ബിലീവിങ് അല്ല, ബിലീവ്. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് യു, ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളതും ഒരു എന്താണ്? ഇമോഷനാണ്, നമ്മളെ മൈൻഡിൻ്റെ ഇതാണ്. സോ അവിടെയും നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല. സോ ഐ ആം വേണ്ട, ING വേണ്ട, ഐ അണ്ടർസ്റ്റാൻഡ് യു. ഐ ഞാൻ പറഞ്ഞില്ലേ, ആമും വാസും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പ്ലൂറൽ ഫോമാണ് വരുന്നത് അതിൻ്റെ കൂടെ വേർബ്സ്. അതുകൊണ്ട് ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് യു എന്ന് വരും. ഇത് ജസ്റ്റ് ബേസിക് എക്സാമ്പിൾസ് ആണ്. നമുക്കിനി 1 by 1 സ്റ്റേറ്റ് വേർബ്സ് നോക്കാം. ഫസ്റ്റ് എക്സെപ്ഷൻ്റെ സ്റ്റേറ്റ് വേർബ്സ്. ഓക്കെ, ബാക്കി ജനറൽ റൂൾ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. സി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒറിജിനൽ മീനിങ് എന്താണ്? ടു പെർസീവ് വിത്ത് ഐസ്, കാണുക. ഇത് നിങ്ങൾ മലയാളത്തിലാണെങ്കിൽ എഴുതിക്കോ. ചേഞ്ച്ഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഒറിജിനൽ മീനിങ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുള്ളൂ. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരില്ല. ചേഞ്ച്ഡ് മീനിങ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യണം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് സീ. മൈ അങ്കിൾ ഈസ് സീയിങ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് യുവർ ജോബ് പ്രോപ്പർലി. സോ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ സി എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. സി എന്നുള്ളത് സ്റ്റേറ്റ് വേർബ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഏത് അർത്ഥത്തിലാണ് യൂസ് ചെയ്തതെന്നാണ് നോക്കേണ്ടത്. അതിൻ്റെ ഒറിജിനൽ മീനിങ് ആണോ, കണ്ണുകൊണ്ട് കാണുന്ന അർത്ഥമാണോ, അതോ മീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണോ? വായിക്കുമ്പോൾ ഉടനെ മനസ്സിലായില്ലേ എൻ്റെ അങ്കിൾ എന്ത് കാണുന്നുണ്ട്? നീ നിൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥമാണ്, ഒറിജിനൽ മീനിങ് ആണ്. ഒറിജിനൽ മീനിങ് ആകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? അവിടെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരില്ല. എന്തേ വരുള്ളൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസേ വരുള്ളൂ. ഓക്കെ, സോ എനിക്കിതിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആക്കണമെങ്കിൽ ING കട്ട് ചെയ്യുക. ഈസ് മാർ വരില്ല. ഇത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുപോലെ വേർബും സിംഗുലർ ആവും. മൈ അങ്കിൾ സീസ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് യുവർ ജോബ് പ്രോപ്പർലി. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്ത് വീണ്ടും ഇവിടെ
മൈ ബ്രദർ ഈസ് സീയിങ് ദ ഡോക്ടർ ടുഡേ. സോ ഇവിടെ എൻ്റെ ബ്രദർ ഡോക്ടറിനെ കാണുന്നു. ഇവിടെ ഈ കാണുന്നു സി എന്നുള്ള അർത്ഥം മീറ്റ് ചെയ്യാന്നുള്ള അർത്ഥമാണോ അതോ കണ്ണുകൊണ്ട് കാണുമെന്നാണോ? ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അർത്ഥം? ഇല്ല, ഇവിടെ ഡോക്ടറിനെ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പോൾ അത് അതിൻ്റെ എന്താണ്? ചേഞ്ച്ഡ് മീനിങ് ആണ്. ഈ രണ്ടാമത്തെ അർത്ഥമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് വരേണ്ടത്. കണ്ടിന്യൂസ് ടെൻസ് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ്, എന്നിട്ട് ഇവിടെ സീയിങ് ING. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്? ഒരു എററും ഇല്ല. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. ഓക്കെ, വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ജനറലി സ്റ്റേറ്റ് വേർബ്സിൽ എന്ത് വരില്ല? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരില്ല. സിമ്പിൾ പ്രസൻറ്റ് ടെൻസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. 6 വേർബ്സ് ഉണ്ട് വേർ അതിൻ്റെ ഒറിജിനൽ മീനിങ്ങിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് വരില്ല, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരും. പക്ഷേ ചേഞ്ച് മീനിങ്ങിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് വരും. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ഇവിടെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്തോളേ. ഐ ആം സീയിങ് ഹിം കമ്മിങ് ടുവേർഡ്സ് മീ. അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണുന്ന അർത്ഥമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒറിജിനൽ മീനിങ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വരാൻ പാടില്ല? കണ്ടിന്യൂസ് ടെൻസ് വരാൻ പാടില്ല. അപ്പോൾ ഇതെന്ത് വരണം? ഐ സീ ഹിം കമ്മിങ് ടുവേർഡ്സ് മീ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, V1 പ്ലസ് S or ES സിംഗുലർ ആണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഐയുടെ കൂടെ ആമും വാസും സിംഗുലർ ആയിട്ട് വരും, ബാക്കിയെല്ലാം പ്ലൂറലായിട്ട് വരും. സോ ഇവിടെ സി പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നത്. ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ. സോ സിയുടെ കാര്യത്തിൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത രണ്ടാമത്തത് ഹിയർ. ഹിയർ എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ മീനിങ് എന്താണ്? ചെവി കൊണ്ട് കേൾക്കുക എന്നുള്ള അർത്ഥമാണ് ഒറിജിനൽ ഉള്ളത്. രണ്ടാമത്തെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലെ പ്രൊസീഡിങ്സ്. നിങ്ങൾ കോർട്ട് ഹിയറിങ്സ് ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് അതിൻ്റെ ചേഞ്ച്ഡ് മീനിങ് ആണ്. സോ വെനെവർ യു യൂസ് ദ ഒറിജിനൽ മീനിങ് യു വിൽ യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഓൺലി. കാരണം അത് നമ്മളെ സ്റ്റേറ്റ് വേർബിൻ്റെ ഒറിജിനൽ അർത്ഥം തന്നെയാണ് അവിടെ അപ്ലൈ ആവുന്നത്. സ്റ്റേറ്റ് വേർബ്സിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് വരില്ല എന്നുള്ളത്. പക്ഷേ ചേഞ്ച്ഡ് മീനിങ്ങിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഹീ ഈസ് ഹിയറിങ് എ സ്ട്രേഞ്ച് വോയിസ്. ഇവിടെ ഏതർത്ഥമാണ്? അവർ സ്ട്രേഞ്ച് വോയിസ് കേൾക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു എന്ന അർത്ഥമാണ്. സോ ഇവിടെ നമുക്ക് എന്ത് വരാൻ പാടില്ല? കണ്ടിന്യൂസ് ടെൻസ് വരാൻ പാടില്ല. സോ കണ്ടിന്യൂസ് ടെൻസ് പാടില്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. സബ്ജക്റ്റ് ഏതാണ്? ഹീ ആണ്. അതിൻ്റെ കൂടെ ഈസ് ആം ആർ ഒന്നും വരില്ല. സബ്ജക്ട് സിംഗുലർ ആണ്, അതുകൊണ്ട് വേർബും സിംഗുലർ ആവണം. സോ എന്താവണം? വേർബിന് സിംഗുലർ ആക്കണമെങ്കിൽ എസ് അല്ലെങ്കിൽ ഇയേഴ്സ് ചേർക്കണം. ഇവിടെ എസ് ചാലും. ഹീ ഹിയേഴ്സ് എ സ്ട്രേഞ്ച് വോയിസ്. ഹീ ഹിയേഴ്സ് എ സ്ട്രേഞ്ച് വോയിസ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എക്സാമിൽ എററും വരുന്നത്. ഐ ആം ഹിയറിംഗ് ദാറ്റ് യു ആർ ഗോയിങ് ടു പാരീസ്. ഇവിടെയും നീ പാരീസിൽ പോകുമെന്ന് ഞാൻ കേൾക്കുന്നു. കോടതിയുടെ പ്രൊസീഡിങ്സ് അല്ല, ഒറിജിനൽ മീനിങ് ഞാൻ കേൾക്കുന്നു, ലിറ്ററലി കേൾക്കുന്നു എന്ന അർത്ഥമാണ്. സോ അവിടെയും നമുക്ക് എന്ത് പാടാൻ പാടില്ല? കണ്ടിന്യൂസ് ടെൻസ് പാടില്ല. സോ ഹിയറിംഗ് അത് കട്ടി, ആം കട്ടി. സോ ഐ ഹിയർ ദാറ്റ് യു ആർ ഗോയിങ് ടു പാരീസ്. കാരണം ഐയുടെ കൂടെ ഇവിടെ നമ്മൾ പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ആമും വാസ് ഇൻ ദ സെൻസ് സിംഗുലർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന വേർബ്സ് ആമും വാസും സിംഗുലർ വരുള്ളൂ, ബാക്കിയെല്ലാം പ്ലൂറൽ ഫോമിലേ വരുള്ളൂ. അടുത്ത് ദ ജഡ്ജ് ഈസ് ഹിയറിംഗ് എ കേസ് ഇൻ ദ കോർട്ട് ടുമോറോ. ഇവിടെ നോക്ക്, കോടതിയിലെ പ്രൊസീഡിങ്സ് ചേഞ്ച്ഡ് മീനിങ് ആണ്. നമ്മളിവിടെ ചേഞ്ച്ഡ് മീനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ സബ്ജക്റ്റ് ജഡ്ജ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് വന്നു. എന്നിട്ട് ഹിയർ വേർബ്, അതിൻ്റെ കൂടെ ING ഫോം. ഇസ് ദാറ്റ് ക്ലിയർ? ജഡ്ജ് ഈസ് ഹിയറിംഗ് എ കേസ് ഇൻ ദ കോർട്ട് ടുമോറോ. ഇതിൽ എറർ ഇല്ല. ഐ ഹോപ്പ് ദിസ് സെക്കൻഡ് കൺസെപ്റ്റ് ഈസ് ഓൾസോ ക്ലിയർ ടു ഓൾ ഓഫ് യു. അടുത്ത കൺസെപ്റ്റ് നോക്കാം. അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്. ഇതിൽ ഒറിജിനൽ മീനിങ് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ രുചിയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഇത് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സോൾട്ടി ആണ്, അല്ലെങ്കിൽ സോറാണ്. അങ്ങനെ ടേസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ്. ടേസ്റ്റ് ഓഫ് സംതിങ് ഈസ് ഡിസ്ക്രൈബ്ഡ്. വെൻ ദ ടേസ്റ്റ് ഓഫ് സംതിങ് ഈസ് ഡിസ്ക്രൈബ്ഡ്, ഇതാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ്. ഓക്കെ, എന്നാൽ ചേഞ്ച്ഡ് മീനിങ് എന്താണ്? നമ്മൾ എന്തെങ്കിലും പേർപ്പസ്ഫുള്ളി, ഇത് ഒരു ഡി ആണ്, പേർപ്പസ്ഫുള്ളി ടേസ്റ്റ് ചെയ്യാണ്, ഇൻറ്റൻഷനലി ടേസ്റ്റ് ചെയ്യാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ടു ടേസ്റ്റ് സംതിങ്സ് ഇൻറ്റൻഷനലി വിതൗട്ട് describing the taste. Okay, without describing the taste, അതിനെയാണ് എന്ത് പറയുന്നത്? ചേഞ്ച്ഡ് മീനിങ്. സോ ഇവിടെ ഒറിജിനൽ മീനിങ് ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസേ വരാനുള്ളൂ, കണ്ടിന്യൂസ് ടെൻസ് വരാൻ പാടില്ല. ചേഞ്ച്ഡ് മീനിങ് ആയിരിക്കുമ്പോൾ ഇവിടെ എന്ത് വരണം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരണം. ഓക്കെ, സോ ഇവിടെ നോക്ക്, നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കാം. ഷുഗർ ഈസ് ടേസ്റ്റിംഗ് സ്വീറ്റ്. ഷുഗർ ഈസ് ടേസ്റ്റിംഗ് സ്വീറ്റ്. ഇവിടെ ടേസ്റ്റ് എന്നുള്ള വേർബ് യൂസ് ചെയ്തു, എന്നിട്ട് ടേസ്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? സ്വീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത് ഒറിജിനൽ മീനിങ് അല്ലേ? നമ്മൾ ടേസ്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ മീനിങ് ആണ്. അവിടെ നമുക്ക് എന്ത് വരാൻ പാടില്ല? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരാൻ പാടില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസേ വരാൻ പാടുള്ളൂ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷുഗർ സബ്ജക്റ്റ് ആണ്, ഓക്കെ. ഇവിടെ ഈസെമാർ ഒന്നും വരില്ല, അത് കഴിഞ്ഞിട്ട് INGയും വരില്ല. ഷുഗർ സിംഗുലർ ആണ്, ഒരു കാര്യം ഓർമ്മ വേണം. ഷുഗർ അൺകൗണ്ടബിൾ നൗൺ ആണ്. ഷുഗറിനെ നമുക്ക് 1 ഷുഗർ 2 ഷുഗർ എന്ന് എണ്ണാൻ പറ്റില്ല, ക്വാണ്ടിറ്റിയിലാണ് എണ്ണുന്നത്, ഓക്കെ, നമ്പേഴ്സിലല്ല. സോ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ എൻ്റെ കൂടെ വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും, ഓക്കെ. ആ റൂൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഷുഗർ ടേസ്റ്റ്, TASTES, ടേസ്റ്റ് സ്വീറ്റ്, ഓക്കെ. ഇവിടെ ഷുഗറിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ മീനിങ് ആണ്. ഒറിജിനൽ മീനിങ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യില്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഓക്കെ. ഇവിടെ നോക്ക്, അടുത്ത നെക്സ്റ്റ് വൺ. മൈ ബ്രദർ ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. ഇവിടെ എൻ്റെ ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പിനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൂപ്പിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സൂപ്പിൻ്റെ ടേസ്റ്റ് സ്വീറ്റ് ആണോ സോറാണോ ഒന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ മനഃപൂർവ്വം അയാൾ അതിനെ രുചിച്ച് നോക്കുന്നുണ്ട്, ഓക്കെ. ഇതിൽ രുചി എന്താണെന്ന് പറയുന്നുണ്ട്, ഇതിൽ വെറും രുചിക്കുന്നതേ ഉള്ളൂ. ടേസ്റ്റിംഗ് ഉള്ള സംഭവമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ചേഞ്ച്ഡ് മീനിങ് ആണ്. അവിടെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. അതിൽ ഈ കിടക്കുന്നത് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ഇത് സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ്, ഈസെമാർ പ്ലസ് ING ഫോം. സോ ദിസ് ഈസ് അബ്സൊല്യൂട്ട്ലി കറക്റ്റ്, ഓക്കെ. ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ. സോ രുചി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മീനിങ്, അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരും. രുചിച്ചതു, എന്തെങ്കിലും കാര്യം രുചിക്കുക, പക്ഷേ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ദെൻ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ ബി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഓക്കെ. സിമ്പിൾ കൺസെപ്റ്റ് അഗെയിൻ. ലെറ്റ്സ് സീ ദ ഫോർത്ത് കേസ്. ഈ നോട്ട്സ് എഴുതിയെടുത്ത് പോണേ, ഓക്കെ. കാരണം നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരിക്കുമെങ്കിൽ കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ പിന്നീട് എടുത്ത് നോക്കാനുള്ളൊരു ഇതുണ്ടാവും, ഓക്കെ. നമ്മൾ PDF പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരുകത്തേ ഉള്ളൂ, ഓക്കെ. അല്ലെങ്കിൽ ഞാൻ PDF അങ്ങനെ തരാറില്ല അതിന് വേണ്ടി. ലെറ്റ്സ് സീ. സ്മെല്ലിൻ്റെ അർത്ഥം എന്താണ്? മണം, ഓക്കെ. നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്മെല്ലിൻ്റെ അർത്ഥം മോശമായിട്ടുള്ള മണമെന്നല്ല, അത് ന്യൂട്രൽ വേർഡാണ്, ഓക്കെ. ഗുഡ് സ്മെൽ എന്ന് പറഞ്ഞാൽ നല്ല മണം, ബാഡ് സ്മെൽ എന്ന് പറഞ്ഞാൽ മോശം മണം, ഓക്കെ. സ്മെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ മണം, ഫ്രാഗ്രൻസ്, ഓക്കെ. സോ നേരത്തെ നമ്മൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല, അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. മണം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മീനിങ്. മണപ്പിക്കുന്നത്, ഇപ്പോൾ പൂവ് മണപ്പിക്കുകയാണ്, ദെൻ പക്ഷേ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് ദ ചേഞ്ച്ഡ് മീനിങ്, ഓക്കെ. സോ ഫ്രാഗ്രൻസ് ഈസ് ഡിസ്ക്രൈബ്ഡ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതെൻ്റെ ഒറിജിനൽ മീനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? സിമ്പിൾ പ്രസന്റ് ടെൻസ് വരും. To smell something purposefully without describing the fragrance, okay, without describing the fragrance, okay. Now so other change meaning avada endu varum? Present continuous tense varum. So the lily is smelling sweet. Lily, നമുക്ക് ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വീറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെറും നമുക്ക് എന്താ പറയുക, ടേസ്റ്റിനെ മാത്രം സ്വീറ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നല്ല, ഓക്കെ. നമുക്ക് മണത്തെ സ്വീറ്റ്, നമുക്ക് വളരെ സൂതിങ് ആയിട്ടുള്ളൊരു മണം വരുമ്പോൾ നമ്മൾ സ്മെൽസ് സ്വീറ്റ് എന്ന് പറയും, ഓക്കെ. ഇഷ്ടപ്പെടുന്ന മണം. സോ സ്വീറ്റ് ക്യാൻ ബി യൂസ് ഫോർ ടേസ്റ്റ് ഓൾസോ ആൻഡ് ക്യാൻ ബി യൂസ് ഫോർ സ്മെൽ ഓൾസോ. സോ ഇവിടെ നമ്മൾ ലിലി സ്മെൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ സ്മെൽ ചെയ്യുന്നുണ്ട്? സ്വീറ്റായിട്ട് സ്മെൽ ചെയ്യുന്നുണ്ട്. സ്മെല്ല് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞതാണ്, സ്മെല്ല് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ദ ലിലി ആണ്, ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഓക്കെ. അതിനുശേഷം ESMR ഒന്നും ആവശ്യമില്ല, ഈ ING ആവശ്യമില്ല. ദ ലിലി സ്മെൽസ്, S ചേർക്കണം. നമ്മൾ അന്നും ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാതെ ഡയറക്റ്റ്ലി ഈ വീഡിയോ കണ്ടാൽ ചില കാര്യങ്ങൾ ടച്ച് ഇല്ലാത്ത പോലെ തോന്നും. കാരണം ഫസ്റ്റിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ, വേർബിനെ സിംഗുലർ ആക്കണം എങ്ങനെയാണ്, നൗണിനെ സിംഗുലർ ആക്കണം എങ്ങനെയാണ്, പ്ലൂറൽ ആക്കണം എങ്ങനെയാണ്. ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ് എവറിത്തിങ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്, ഓക്കെ. സോ പ്ലീസ് വാച്ച് ദാറ്റ് ഇഫ് യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് ദിസ് ടോപ്പിക് പ്രോപ്പർലി, ഓക്കെ. ഫൈൻ. സോ ഇവിടെ ദ ലിലി സ്മെൽസ് സ്വീറ്റ് എന്ന് വരും. നൗ ഹീ ഈസ് സ്മെല്ലിംഗ് ദ ഫ്ലവർ. അവൻ പൂ മണപ്പിക്കുന്നു, മനഃപൂർവ്വം മണപ്പിക്കുന്നു, പക്ഷേ അതിൻ്റെ മണം ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? ഈ സെക്കൻഡ് ചേഞ്ച്ഡ് മീനിങ് ആണ്. ചേഞ്ച്ഡ് മീനിങ് വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. ഇത് കിടക്കുന്ന കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതിൻ്റെ കൂടെ ഈസം എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നു. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ING, ഓക്കെ. സോ ദിസ് ഇസ് ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്, ഇതിലൊരു എററും ഇല്ല. ഇനി മൂന്നാമത്തത്, ദ റോസ് ഈസ് സ്മെല്ലിംഗ് സ്വീറ്റ്. ഇവിടെ സെയിം ഈ മുകളത്തത് പോലെ തന്നെയാണ്, സ്വീറ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരണം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ദ റോസ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഇതിൻ്റെ ആവശ്യമില്ല, ING മാറ്റുക. ദ റോസ് സ്മെൽസ് സ്വീറ്റ്, ഓക്കെ. സോ ഐ ഹോപ്പ് ദിസ് ഫോർത്ത് കൺസെപ്റ്റ് ഈസ് ഓൾസോ ക്ലിയർ ടു ഓൾ ഓഫ് യു.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ വീഡിയോ ബാക്ക് എടുത്തിട്ട് ഒരിക്കൽ കൂടെ കേട്ട് നോക്കുക. ഓക്കെ, വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ഒരു റൂൾ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് പോകുന്നത് എക്സെപ്ഷൻസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി ലെറ്റ്സ് സി. ഇവിടെ എന്താണ് പറയണത്? നാലാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്താണ്? പലർക്കും തോന്നും പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന്. അല്ല, അപ്പിയർ എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ തോന്നുക. ഓക്കെ, ഈ കിടക്കുന്നില്ലേ ടു സീം, തോന്നുക എന്നുള്ളതാണ്. എനിക്ക് മലയാളം നേരെ എഴുതാറുണ്ടെന്നാണ് എങ്ങനെ എഴുതുന്നത്, തോന്നുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഒറിജിനൽ മീനിങ് ഓഫ് അപ്പിയർ. ഇനി ചേഞ്ച്ഡ് മീനിങ് ആണ് പ്രത്യക്ഷപ്പെടുക, എവിടെയെങ്കിലും പ്രസൻറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക. ഓക്കെ, സോ ചേഞ്ച്ഡ് മീനിങ് ഈസ് ടു കം ഔട്ട്, ടു ബി പ്രസൻറ്റ് ഓർ ടു ബി പബ്ലിഷ്. അഗൈൻ സെയിം റൂൾ. ഒറിജിനൽ മീനിങ് ആയിരിക്കണമെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല, സിമ്പിൾ പ്രസൻറ്റ് ടെൻസേ പറ്റൂ. ഇവിടെ ചേഞ്ച് മീനിങ് ആകുമ്പോൾ അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എടുക്കേണ്ടത്. സെയിം കൺസെപ്റ്റ്. ദ എക്സാം ഈസ് അപ്പിയറിംഗ് ടു ബി ഡിഫിക്കൾട്ട്. സോ ഞാൻ ചോദിക്കട്ടെ, എക്സാം ഡിഫിക്കൽട്ട് ആണെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണോ അതോ തോന്നുന്നതാണോ? തോന്നുന്നതല്ലേ. അപ്പോൾ ഇവിടെ എന്ത് അർത്ഥമാണ് യൂസ് ചെയ്തേക്കുന്നത്? ഇതിൻ്റെ ഒറിജിനൽ മീനിങ് അല്ലേ യൂസ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് വരണം? എക്സാം ഈസിൻ്റെ ആവശ്യമില്ല, എക്സാം സബ്ജക്റ്റ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരണം. ഈസ് മാറ്റുക, ING മാറ്റുക. എക്സാം എന്നുള്ളത് സിംഗുലർ ആണ്. ഓക്കെ, നമുക്ക് എണ്ണം ചെയ്യാൻ പറ്റുന്നതല്ല. എക്സാം അപ്പിയേഴ്സ് ടു ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ദിസ് ഇസ് ദ റൈറ്റ് യൂസേജ് ചെയ്യുക. രണ്ടാമത്തത്, മൈ ന്യൂ ബുക്ക് ഈസ് അപ്പിയറിംഗ് നെക്സ്റ്റ് മന്ത്. എൻ്റെ പുതിയ ബുക്ക് അടുത്ത മാസം തോന്നുന്നതാണോ, പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ആവുന്നതാണോ? ഈ അർത്ഥമല്ലേ ടു ബി പബ്ലിഷ്ഡ്. സോ ഇത് ചേഞ്ച്ഡ് മീനിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. അത് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. മൈ ന്യൂ ബുക്ക് എന്താണ്? സബ്ജക്റ്റ് ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഈസ് വന്നു. എന്നിട്ട് V1 + ING. ഇവിടെ ഒരു എററും ഇല്ല. ഓക്കെ, നൗ ദ ന്യൂ ആർട്ടിസ്റ്റ് ഈസ് അപ്പിയറിംഗ് ഓൺ ദ സ്റ്റേജ്. വീണ്ടും സ്റ്റേജിൽ അപ്പിയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടു ബി പ്രസൻറ്റ് ഇൻ ദ സ്റ്റേജ് ഓർ ടു കം ഔട്ട് ഓൺ ദ സ്റ്റേജ്. രണ്ടിൽ ഏതായാലും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് ടെൻസാണ് വേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ന്യൂ ആർട്ടിസ്റ്റ് ഇത് ഇത്ര സബ്ജക്റ്റ് ആണ്. ഈസസ് വേർബ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ING ഫോം. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. സോ ഫസ്റ്റിൽ മാത്രമേ എറർ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ തിരുത്തിയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് അപ്പിയർ ഓൾസോ. അഞ്ചാമത്തതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ 6th വൺ. ആറാമത്തെ കേസ് നമുക്ക് നോക്കാം. ഇവിടെ ആറാമത്തത് ഹാവ് എന്നുള്ള വേർബാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഹാവ് എന്നുള്ള വേർബ് ജനറലി ഹെൽപ്പിംഗ് വേർബ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറയുന്നത് ഹാവ് ഈറ്റൻ, ഐ ഹാവ് ഈറ്റൻ ലഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹാവ് ഹെൽപ്പിംഗ് വേർബ് ആണ്, കാരണം അതിന് ശേഷം ഒരു മെയിൻ വേർബ് ഉണ്ട്. ഹെൽപ്പിംഗ് വേർബിന് ശേഷം മെയിൻ വേർബ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഹെൽപ്പിംഗ് വേർബിൻ്റെ റോൾ പ്ലേ ചെയ്യുള്ളൂ. പക്ഷേ ചില സമയത്ത് ഈ മെയിൻ വേർബ് കാണില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഹാവ് ആണ് മെയിൻ വേർബിൻ്റെ റോൾ പ്ലേ ചെയ്യണത്. അങ്ങനെ ഈ ഹാവ് മെയിൻ വേർബിൻ്റെ റോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിന് രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഹാവ് മെയിൻ വേർബിൻ്റെ റോൾ പ്ലേ ചെയ്യുമ്പോൾ എന്താണ്? രണ്ട് തരത്തിലുള്ള അർത്ഥമുണ്ട്. ഫസ്റ്റ് അർത്ഥം എന്ന് പറയുമ്പോൾ ടു ഓൺ ഓർ ടു പൊസസ്, ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസിഷൻ. ഇപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ബൈക്ക്, ഐ ഹാവ് എ ഹൗസ്. അവിടെ ഹാവ് എന്ന് പറയുന്നത് എന്താണ്? അത് ബൈക്ക്, കാർ എൻ്റെ പൊസിഷനാണ്. സോ ഹാവ് മെയിൻ വേർബ്. ഇപ്പം ഞാൻ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ, ഇവിടെ നമുക്കിത് സബ്ജക്റ്റ് ആണെന്ന് അറിയാം. ഓക്കെ, ജനറലി ഹാവ് ഹെൽപ്പിംഗ് വേർബ് ആണ്. പക്ഷേ അത് എപ്പോഴാണ്? അതിന് ശേഷം മെയിൻ വേർബ് ഉണ്ടെങ്കിൽ. ഇവിടെ വേറെ ഏതെങ്കിലും മെയിൻ വേർബ് ഉണ്ടോ? യെസ്, ഇല്ല. ഇത് കാർ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സോ ഇവിടെ ഹാവ് എന്താണ്? മെയിൻ വേർബിൻ്റെ റോൾ പ്ലേ ചെയ്യാണ്. ഇവിടെ ഹാവിൻ്റെ അർത്ഥം എന്താണ്? ഓണർഷിപ്പാണ്. ഈ കാർ എൻ്റെതാണ്, ഓണർഷിപ്പാണ് കാണിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒറിജിനൽ മീനിങ്ങിൽ ഇതിന് എന്ത് വരാം? ഓണർഷിപ്പ് എന്നുള്ള അർത്ഥം വരാം, പൊസിഷൻ എന്നുള്ള അർത്ഥം വരാം. ചേഞ്ച്ഡ് മീനിങ് അർത്ഥം എന്താണ്? ടു ഡ്രിങ്ക്, ടു ഈറ്റ്. ഞാൻ പറയണത് ഐ ഹാഡ് ലഞ്ച് അല്ലെങ്കിൽ ഐ ആം ഹാവിങ് ലഞ്ച്. ഓക്കെ, ഐ ആം ഹാവിങ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ലഞ്ച് കഴിക്കുകയാണ്. അതേപോലെ ഐ ആം ഹാവിങ് ഡിന്നർ. സോ കഴിക്കുന്നു. ടു ഈറ്റ്, ടു ഡ്രിങ്ക്, ടു സ്പെൻഡ് ടൈം. ഇതാണ് അതിൻ്റെ ചേഞ്ച്ഡ് മീനിങ്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ചേഞ്ച്ഡ് മീനിങ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഒറിജിനൽ മീനിങ് ആയിരിക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. സോ ഇവിടെ നോക്ക്, ഹീ ഈസ് ഹാവിങ് എ വണ്ടർഫുൾ ഫാമിലി. ഈ ഫാമിലി എന്നുള്ള ഒരു വണ്ടർഫുൾ ഫാമിലി ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഓണർഷിപ്പ്, അത് പൊസിഷൻ അല്ലേ? യെസോനോ? അതോ കഴിക്കുന്നത്, തിന്നണോ, അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണോ? അല്ല. അവിടെ എന്താണ്? അവനൊരു നല്ല ഫാമിലി ഉണ്ട്, അവൻ്റെ ഓണർഷിപ്പാണത്. ഓക്കെ, അവൻ്റെ പൊസിഷനാണിത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് വരേണ്ടത്? ഒറിജിനൽ മീനിങ് ആണ് ടു ഓൺ ഓർ ടു പൊസസ്. അവിടെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഹീ സബ്ജക്റ്റ് ആണ്, ഈസിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഹീ സബ്ജക്റ്റ് ആണ്, ഹാവ് വേർബ് ആണ്, അതിൻ്റെ സിംഗുലർ ഫോം ഹാസ് ആണ്. സോ എന്ത് വരും? ഹി ഹാസ് എ വണ്ടർഫുൾ ഫാമിലി. ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത്. ഒറിജിനലി അത് തെറ്റായിരുന്നു. ബട്ട് ഈസ് മാറ്റി ING മാറ്റിയിട്ട് ഹാവ് V1 ഹാവ് ആണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ നമുക്ക് സിംഗുലർ ഫോമാണ്
V5 വരുന്നത് ഹാസ്, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ നോക്ക്, ഹീ ഹാസ് 3 ചിൽഡ്രൻ, അവന് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുണ്ടെന്നുള്ളത് പൊസിഷനാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് വരേണ്ടത്? ഒറിജിനൽ മീനിങ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഈ കിടക്കുന്നതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതിന് ശേഷം ഹാസ് വന്നു, 3 ചിൽഡ്രൻ, ദാറ്റ് ഈസ് കറക്റ്റ്. ഇവിടെ നോക്ക്, ഐ ആം ഹാവിങ് ഡിന്നർ. ഡിന്നർ അവൻ കഴിക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലാതെ അവൻ്റെ പൊസിഷൻ ആണെന്നല്ല, ഓണർഷിപ്പ് അല്ല. സോ ഐ ആം ഹാവിങ് ഡിന്നർ മീൻസ് അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് മീനിങ് ആണ്, ഈറ്റ് എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ടെൻസ് വരാം. കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഐയുടെ കൂടെ നമുക്ക് ആം ആണ് വരുന്നത്, അതുപോലെ ING ഫോം വന്നു. ഓക്കെ, ദിസ് ഇസ് കറക്റ്റ്. ഹീ ഈസ് ഹാവിങ് ഗുഡ് ടൈം ദീസ് ഡേയ്സ്. ഇത് സ്പെൻഡ് ടൈമാണ്. അവനിപ്പം കുറച്ച് ഇടയായിട്ട് നല്ല സമയമാണ് അവൻ്റെ. സോ അവൻ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്, നല്ലതായിട്ട് സമയം ചിലവഴിക്കുന്നതാണ്. സോ അവിടെ ആണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. ഹീ സിംഗുലർ, ഈസ് ING, ആൻഡ് ദിസ് ഇസ് ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന എല്ലാം എക്സെപ്ഷണൽ കേസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് ദെൻ വി വിൽ വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇറ്റ് ഈസ് അപ്പിയറിംഗ് ടു മീ ദാറ്റ് ബാംഗ്ലാദേശ് ഈസ് പ്ലോട്ടിംഗ് അഗെയിൻസ്റ്റ് ഇന്ത്യ. ഇവിടെ നമുക്ക് അപ്പിയർ എന്നുള്ള സ്റ്റേറ്റ് വേർബ് വന്നിട്ടുണ്ട്. അപ്പിയറിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ തോന്നുക. തോന്നുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മീനിങ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസേ യൂസ് ചെയ്യുള്ളൂ. ചേഞ്ച്ഡ് മീനിങ് എന്താണ്? ടു ബി പബ്ലിഷ്ഡ്, ടു കം ഔട്ട്, യെസ്. സോ ടു ബി പ്രസൻറ്റ്, ഇതാണ് ചേഞ്ച്ഡ് മീനിങ്. ഇവിടെ എന്തായാലും ബാംഗ്ലാദേശ് നമുക്ക് പ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഗൂഢാലോചന ചെയ്യണില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബാംഗ്ലാദേശ് നമുക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നു എന്നത് പബ്ലിഷ് ആവുന്നതാണോ എനിക്ക് തോന്നുന്നതാണോ? തോന്നുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ മീനിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. സോ ഇറ്റ് സിംഗുലർ വേർബ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഈസ് ഒന്നും വേണ്ട, നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ വേണ്ട. യാ, സോ അവിടെ സബ്ജക്റ്റിന് ഇതിൻ്റെ ഈസ് മാറേണ്ട ആവശ്യമില്ല. ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ സിംഗുലർ ആവും. ഇറ്റ് അപ്പിയേഴ്സ് to me that Bangladesh is plotting against India. It is smelling so nice that I feel like eating it. Now ഇവിടെ സ്മെൽ എന്നുള്ള സ്റ്റേറ്റ് വേർബ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്മെല്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്മെല്ല് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യില്ല, ഒറിജിനൽ മീനിങ് ആണ്. ഇനി സ്മെല്ല് ഡിസ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് മണപ്പിക്കുകയാണെങ്കിൽ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്താണ്? സ്മെല്ല് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സ്മെൽ സോ നൈസ്, വളരെ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. സ്മെൽ എങ്ങനെയാണ്? സ്വീറ്റ് എന്ന് പറഞ്ഞാലും ഡിസ്ക്രിപ്ഷനാണ്, അതേപോലെ സോ നൈസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഡിസ്ക്രിപ്ഷനാണ്. സോ ബേസിക്കലി സ്മെൽ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ മീനിങ് ആണ്. ഒറിജിനൽ മീനിങ് ആകുമ്പോൾ എന്ത് വരണം? യു ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സോ ഇറ്റിന് ശേഷം ഈസിൻ്റെ ആവശ്യമില്ല, INGയുടെ ആവശ്യമില്ല. ഇറ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഇറ്റ് സ്മെൽസ് സോ നൈസ് എന്ന് വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്മെല്ലിംഗ് സോ നൈസ് അല്ല, ഇറ്റ് സ്മെൽസ് സോ നൈസ്. ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ. Let's see next one. She is a very lovable person, but I am not loving her. Now, ഇവിടെ just think about this. ലവ് എന്നുള്ളത് സ്റ്റേറ്റ് വേർബ് അല്ലേ? ലവ് സ്റ്റേറ്റ് വേർബ് ആണല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പഠിച്ചില്ലേ? ഇത് നമ്മൾ എക്സെപ്ഷനിലുള്ള കേസല്ല, അല്ലാതെ ഉള്ള കേസാണ്. ലവ് സ്റ്റേറ്റ് വേർബ് ആണ്. സ്റ്റേറ്റ് വേർബ് ആയിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് വരില്ല എന്നല്ലേ പറഞ്ഞത്? എക്സെപ്ഷൻസിൽ മാത്രം ചേഞ്ച്ഡ് മീനിങ്ങിൽ കണ്ടിന്യൂസ് ടെൻസ് വരും എന്ന് പറഞ്ഞു. പക്ഷേ അല്ലാതെ ജനറലി ലവിൻ്റെ കൂടെ നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ ING ഫോം മാറ്റണം. ഓക്കെ, ING ഫോം മാറ്റി, പക്ഷേ എന്നാലും ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ സെൻറ്റൻസ് ഷീ ഈസ് എ വെരി ലവബിൾ പേഴ്സൺ ബട്ട് ഐ എം നോട്ട് ലവിങ് ഹർ, ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കിടക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് വേർബ്സ് വരുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാക്കണ്ടേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാക്കണം. പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഏത് സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്? നെഗറ്റീവ് സ്ട്രക്ചറാണ്. ഇത് നോട്ട് കിടക്കണുണ്ടോ? നെഗറ്റീവ് സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് V1. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ആരാണ് ലവ് ചെയ്യാത്തത്? ഞാൻ. ഇത് സബ്ജക്റ്റായി. അതിനുശേഷം ആമിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഡു അല്ലെങ്കിൽ ഡസ് വരണം. യെസ്. സോ ഇവിടെ നമുക്ക് എന്ത് വരും? ഐയുടെ കൂടെ നമുക്ക് ജനറലി നമ്മൾ പറഞ്ഞില്ലേ, ഐയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആമും വാസും ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം പ്ലൂറൽ വേർബ്സേ വരുള്ളൂ. ഡസ് സിംഗുലർ വേർബാണ്, ഇത് പ്ലൂറലാണ്. സോ ഐ പ്ലസ് ഡു വരും ഇവിടെ. ഓക്കെ, ആം അല്ല, ഐ ഡു വരും. അതായിട്ട് ഈ നോട്ട് അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് ലവിങ് അല്ല, ലവ് ഹർ. സോ ഷീ ഈസ് എ വെരി ലവബിൾ പേഴ്സൺ ബട്ട് ഐ ഡു നോട്ട് ലവ് ഹർ എന്നാണ് ഇതിൽ വരേണ്ടത്. ഞാൻ ഒരിക്കലും പറഞ്ഞുതരാം. ലവ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് വേർബാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യണം. എന്നാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും നമുക്ക് പല സ്ട്രക്ചേഴ്സും ഉണ്ട്. നമ്മൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് പോസിറ്റീവ് അഫർമേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, നെഗറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, ഇൻട്രോഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റിൽ നോക്ക്, ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ്? നെഗറ്റീവ് അല്ലേ?
നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ അതിനെ മാറ്റുമ്പോൾ റിപ്ലേസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സ്ട്രക്ചർ തന്നെ വരണം. സോ എന്താണ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് V1 ആണ് വരേണ്ടത്. സോ സബ്ജക്റ്റ് എന്താണ് ഐ ആണ്. ഇത് ആം മാറും. ആമിന് പകരം നമുക്ക് ഹെൽപ്പിംഗ് വേർബ് വരുന്ന ഏതായിരിക്കും? ഐയുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടില്ലേ പ്ലൂറൽ ഫോമേ വരുള്ളൂ, ആമും വാസും ഒഴിച്ച്. സോ ഡസ് സിംഗുലർ ആണ്, പ്ലൂറൽ ഡു ആണ്, ഐ ഡു. ഈ നോട്ട് അതേപോലെ കിടക്കും. ഇവിടെ നമുക്ക് ആ നോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഐ ഡു നോട്ട് ലവ് ഹെർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലെറ്റ്സ് സീ. സോ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന്. നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഇവിടെ ഓൺ ഹിയറിംഗ് എന്ന് നടക്കുന്നില്ലേ? സോ ഈ പറയുന്ന ചെവി കൊണ്ട് കേൾക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല. യെസ്, ശരിയല്ലേ? ചെവി കൊണ്ട് കേൾക്കുന്ന അർത്ഥമാണ്, ഒറിജിനൽ മീനിങ് ആണ് ഹിയറിൻ്റെ. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല, അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആവണം. താഴെ അതേപോലെ കണ്ണുകൊണ്ട് കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറ്റില്ല എന്ന്. കണ്ടിന്യൂസ് ടെൻസ് പറ്റില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് V1 + ing വന്നാൽ കണ്ടിന്യൂസ് ആണോ? V1 + ing വന്നാൽ കണ്ടിന്യൂസ് ആണോ? ഇല്ലല്ലോ. അതിന് മുന്നേ എന്ത് വേണം? അതിന് മുന്നേ ഹെൽപ്പിംഗ് വേർബ് വേണം, അതിന് മുന്നേ ഒരു സംഭവം വേണം, സബ്ജക്റ്റ്. ഇവിടെ നിങ്ങൾ ഹിയർ ശരിയാണ്, സൈറൻ കേട്ട ഇവിടെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നുള്ള അർത്ഥം തന്നെയാണ്. ഓക്കെ, ചെവി കൊണ്ട് കേൾക്കുന്ന അർത്ഥം തന്നെയാണ്. പക്ഷേ ഇത് ആക്ച്വലി കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലല്ലേ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ടിന്യൂസ് ടെൻസ് ആവാൻ വേണ്ടി ഹിയറിംഗിന് മുന്നേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹെൽപ്പിംഗ് വേർബ് കാണുന്നുണ്ടോ? ഓൺ ഹെൽപ്പിംഗ് വേർബ് അല്ല, അത് പ്രപ്പോസിഷനാണ്. ഹെൽപ്പിംഗ് വേർബ്സ് അല്ല, അതും ഇല്ല, സബ്ജക്റ്റും ഇല്ല. സോ ബേസിക്കലി ഇത് ഇവിടെ ജെറണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു എററും ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ സീയിങ്, ഓക്കെ, കണ്ടു, മിസ്റ്റേക്ക് കണ്ട ഉടനെ അവൾ കറക്റ്റ് ചെയ്തു. പക്ഷേ ഈ സീയിങ് എന്നുള്ള വാക്ക് ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് ടെൻസ് അല്ല. ഇത് V1 + ing ഉദ്ദേശിക്കുന്നത് ഇവിടെ ജെറണ്ടാണ്. ഓക്കെ, ഇത് സബ്ജക്റ്റിൻ്റെ റോളാണ് പ്ലേ ചെയ്യണേ. ബേസിക്കലി ഇതിന് മുന്നേ എന്ത് വേണമായിരുന്നു? ഹെൽപ്പിംഗ് വേർബ് വേണമായിരുന്നു, എന്നിട്ട് അതിന് മുന്നേയും സബ്ജക്റ്റ് ഉണ്ടാവണമായിരുന്നു. അതൊന്നും ഇല്ല. സോ ഇത് ബേസിക്കലി കണ്ടിന്യൂസ് ടെൻസേ അല്ല, ഇത് എക്സെപ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ing ഫോം നമ്മളെ മനസ്സിൽ കിടക്കുന്നതാണ് ചെറുതിലെ പോലെ. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? V1 + ing. കണ്ടിന്യൂസ് ടെൻസ് V1 + ing മാത്രമല്ല, V1 + ingക്ക് മുന്നേ ഹെൽപ്പിംഗ് വേർബ്, സബ്ജക്റ്റ്, ആ ഫുൾ സ്ട്രക്ചറാണ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ടെൻസേ അല്ല, അതിനെ പ്രസന്റ് ടെൻസ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇൻ ഇറ്റ് സെൽഫ് അതൊരു ജെറണ്ടിൻ്റെ റോളാണ് പ്ലേ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ബട്ട് ആസ് ഓഫ് നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ ജെറണ്ട് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് what? Continuous tense. So we do not need to change. ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇത് എക്സെപ്ഷൻസ് എന്ന് പറയുവാണെങ്കിൽ എഴുതി വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. പലപ്പോഴും സ്റ്റുഡൻസ് അസ്യൂം ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ing ഫോം. നോ, ആബ്സല്യൂട്ട്ലി നോട്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ എല്ലാ ടൈപ്സും നോക്കിയിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതിൻ്റെ എക്സെപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ് എക്സാമിൽ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എല്ലാ ടോപ്പിക്സ് കവർ ആകുമ്പോൾ ഇതിൻ്റെ കുറേ പ്രാക്ടീസ് ക്വസ്റ്റൻസ് ആയിട്ട് ഞാൻ വരും. ആദ്യം നമുക്ക് ടോപ്പിക്സ് പഠിക്കാം, കൺസെപ്റ്റ്സ് പഠിക്കാം. ആ പറയുന്ന റൂൾസ് ഒക്കെ ഒന്ന് പഠിച്ചു പോകും, റിവൈസ് ചെയ്ത് പോകും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. ഓക്കെ, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ അതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ നോക്ക്. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ബൈ.